ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. നമ്മുടെ ലോട്ടസ് ഗാർഡൻ STPയുടെ ആ ടാങ്ക് വാർക്കുന്ന സ്ഥലം നമുക്ക് കണ്ടു നോക്കാം. വളരെ ഒരു പ്ലോട്ടെല്ലാം തിരിച്ചു കേട്ടോ. പ്ലോട്ടെല്ലാം തിരിച്ച് റോഡ് ഒരു വഴി. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ലേഔട്ടുകൾ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആയി തുടങ്ങിയിട്ട്. പക്ഷേ ഈ വഴിയെല്ലാം ഇത്ര വൃത്തിയാക്കിയിട്ട് ഞായറാഴ്ച ആയാൽ പോലും ഇവിടെ പണി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത് ക്യൂറിങ് ആക്കാനും വെള്ളം ഒഴിക്കാനും എല്ലാം ആളുണ്ട്. ഇത് ഡ്രെയിനേജിൻ്റെ ടാങ്കുകളാണ്. അത് മേളിൽ നിന്ന് വരുമോ. അപ്പോൾ ഇതെല്ലാം വന്ന് കണക്റ്റ് ആവാനുള്ള STP ടാങ്കാണ് നമ്മൾ ഇത് കണ്ടോ നിർമ്മിച്ചത്. പാറയുടെ കോറിയായിരുന്നു പണ്ടത്തെ. അത് അവരതിൻ്റെ അടുത്ത് പറ്റുന്ന രീതിയിലുള്ള ആക്കി. കിണറിന് വലിയ പാടാണ് ഇവിടെ കിണർ കുഴിക്കാൻ. അതുകൊണ്ട് ബോർവെല്ലാണ്. അതൊരു ബോർവെല്ലാണ് ആ കാണുന്നത്. അതിൽ നിന്നാണ് ഇതിൻ്റെ ആവശ്യമുള്ള വെള്ളമെല്ലാം കിട്ടുന്നത് കേട്ടോ. ഇതിപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ക്യൂറിങ് ആയിക്കൊണ്ടിരിക്കുക. നമുക്കിതിലൂടെ ഇങ്ങനെ പോയി. ഇതെല്ലാം ഓരോരോ പ്ലോട്ടുകളാണ് തിരിച്ചിട്ടിരിക്കുകയാണ്. എല്ലാ സൈഡിലേക്കും റോഡ് കോൺക്രീറ്റ്, നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇതെല്ലാം ഉണ്ട്. നമ്മൾ നനയും തോന്നും കേട്ടോ. നല്ല പ്രഷറിൽ വരുന്ന ബോർവെല്ലിൻ്റെ. നമുക്ക് നമ്മുടെ ടാങ്ക് എന്തോ എന്ന് നോക്കാം. ഈ സ്ലാബ് മാത്രം വാർക്കാനേ ഉള്ളൂ. കുറച്ച് സൈഡിലേക്ക് മാറിപ്പോകും, അല്ലെങ്കിൽ ഫുള്ള് നനയും രാവിലെ. ഓക്കെ, നമ്മുടെ ടാങ്കിൻ്റെ അവിടെയാണ്, ആ കുഴിയിലാണ് നമ്മൾ ടാങ്ക് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടോ. ഇത് ഈ ഡ്രെയിനേജിൻ്റെ ടോയ്ലറ്റ് വേസ്റ്റ്, അതുപോലെ തന്നെ നല്ല വേസ്റ്റ് വെള്ളങ്ങൾ അതെല്ലാം കൂടി. ഇത് സെപ്പറേറ്റ് തോടാണ്, മഴവെള്ളം പോകാനുള്ള തോടാണ് ഈ സൈഡിൽ വന്നേക്കുന്നത്. രണ്ട് വശത്തുനിന്ന് കണക്റ്റഡാണ് ഈ മഴവെള്ളം വരാനുള്ള തോട്. ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ STP ടാങ്കിൻ്റെ STP പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് റിങ്ങെല്ലാം വാർത്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കാനുണ്ട്. ഇത്ര താഴെയാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെ സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ ചെറിയ റിങ് വെച്ചിട്ട് ഓപ്പണിങ്ങാണ് കൊടുക്കുന്നത്. അങ്ങനെയാണിത് കണ്ടോ. ഇവിടുന്ന് ഈ നമ്മളിപ്പോൾ ആദ്യം കണ്ട കണക്ഷനിൽ നിന്ന് കണ്ട ഈ ഒരു പൈപ്പ് ഉണ്ടോ, അടിയിലൊരു പൈപ്പുണ്ട് ഇവിടെ. ആ പൈപ്പ് നേരെ ഈ മണ്ണിനടിയിൽ കൂടെ ഇതിൻ്റെ മേളിൽ വന്ന് വീഴും. ഇതിൻ്റെ മേളിലേക്ക് ജോയിൻ്റ് ആവും കണ്ടോ. നല്ല വൃത്തിയായിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് നല്ല ക്യൂറിങ് കൊടുത്തിട്ടിരിക്കുകയാണ്. ഒരു ഹൈറ്റിൽ 10 ഫീറ്റ് ഹൈറ്റിൽ 3 ടാങ്ക്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ലാബ്. പിന്നെ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യുന്നതിൻ്റെ മെഷീനറീസ്, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം. അത് നമ്മുടെ വർക്കല്ല. നമ്മളിത് ഇനി സ്ലാബ് വാർത്ത് അതിൻ്റെ മേളിൽ ചെറുതായിട്ട് ചെറിയ റിങ്ക് വെച്ച് കൊടുക്കും കേട്ടോ. ഇപ്പോൾ 12 ഫീറ്റിനകത്ത് 36 75 സ്ട്രൈറ്റ് കമ്പി ഉണ്ട് ഇതിൽ. 75 അതിനകത്ത് 60 10. ഇതിനകത്ത് 50 48 കുത്തുകമ്പി. അങ്ങനെയാണ് ഇതിനകത്ത് കണക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ സ്ലാബ്, നല്ല സ്ട്രോങ് സ്ലാബ് ഇട്ടിട്ട് ബാക്കി നടുക്ക് ചേമ്പർ കൊടുക്കും. ബാക്കിയെല്ലാം എൻ്റെ സൈഡിൽ മണ്ണിട്ട് ഫില്ലാക്കി. ഇതിന് മേളിൽ വണ്ടി പാർക്കിങ്ങും എല്ലാം വരും. ഇവിടെ കൊള്ളാം. നല്ലൊരു ലേഔട്ടാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ടൗണിലാണെങ്കിൽ പോലും, ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് ഒരു ഗ്രാമത്തിൻ്റെ ഒരിതുണ്ട്. ഇവിടെ കുഴപ്പം പറഞ്ഞെങ്കിൽ ഇതിൻ്റെ മേളിലൊരു ശ്മശാനമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ആൾക്കാർ ചിന്തിക്കാറില്ല. നമ്മുടെ നാട്ടിലങ്ങനെയല്ലോ. ശ്മശാനത്തിൻ്റെ അടുത്തൊക്കെ താമസിക്കുക ആൾക്കാർ പേടിയില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. ഇത് സ്ഥലം മംഗലാപുരത്ത് എയർപോർട്ട് റോഡ്, മംഗലാപുരത്ത് എയർപോർട്ടിലേക്ക് വന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KPT എയ്യാടി പദവനങ്കടി ബോന്തേൽ കാവൂർ അങ്ങനെ പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇത് സ്ഥലപ്പേര് പദവനങ്കടി എന്നാണ്. എൻ്റെ പേര് ലോട്ടസ് ഗാർഡൻ പദവനങ്കടി. അപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ശരത്ത് വെൽഡിങ് വർക്ക്സ് എന്നാണ് പേര്. വെൽഡിങ് ആയാലും ടാങ്കും റിങ്ങും നമ്മൾ ചെയ്യും. എന്ന് RCC റിങ്ങിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ വർക്കും ചെയ്യുന്നതാണ് ശരത്ത് വെൽഡിങ് വർക്ക്സ്. നമ്മുടെ ഹെഡ് ഓഫീസ് പമ്പുവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കർണാടക ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ ബന്ധപ്പെടേണ്ട നമ്പർ 9481763761 9343562576. ഓക്കെ. അപ്പം ഇത്തരം ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.